നമസ്കാരം. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ ഒരാളിൻ്റെ കൂടി മൃതദേഹം കണ്ടെടുത്തു. 53-കാരനായ യൂസഫ് സിയാദ് എന്നയാളുടെ മൃതദേഹമാണ് ഗാസയിലെ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്ന് കണ്ടെടുത്തത്. ഇയാളുടെ മൃതദേഹത്തിനൊപ്പം തന്നെ 2 ഭീകരരുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇയാൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കാവൽ നിന്നിരുന്നവരായിരിക്കാം ഈ തീവ്രവാദികൾ എന്നാണ് കരുതപ്പെടുന്നത്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലായിരിക്കാം ഈ ഭീകരർ കൊല്ലപ്പെട്ടത് എന്നും കരുതപ്പെടുന്നുണ്ട്. യൂസഫ് സിയാദിനൊപ്പം ഇയാളുടെ മകനായ ഹംസ സിയാദും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എങ്കിലും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഒക്ടോബർ 7 ഗാസ അതിർത്തിയോട് ചേർന്ന തങ്ങളുടെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂസഫിനെയും മക്കളായ ഹംസ, ബിലാൽ, ഐഷ എന്നിവരെയും ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ബിലാൽ 18-കാരനാണ്, ഐഷയാകട്ടെ 17 വയസ്സുകാരിയാണ്. യൂസഫിന് 2 ഭാര്യമാരിലായി 19 മക്കളാണുള്ളത്. മകനായ ഹംസയും വിവാഹിതനാണ്, 2 മക്കളുടെ പിതാവുമാണ്. എന്നാൽ 2023 നവംബറിലുണ്ടായ താൽക്കാലിക വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഐഷയെയും ബിലാലിനെയും അന്ന് വിട്ടയക്കുകയായിരുന്നു. ഇവരെ 4 പേരെയും ഒരു സ്ഥലത്ത് തന്നെയാണ് തീവ്രവാദികൾ താമസിപ്പിച്ചിരുന്നത്. യൂസഫും മകൻ ഹംസയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയായിരുന്നു ബന്ധുക്കൾ കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ പരിശോധന നടത്തിയതും അവിടെ നിന്ന് ഇവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ കണ്ടെടുത്തതും. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് യൂസഫിൻ്റെ മകൻ ഹംസയുടെയും മൃതദേഹം കണ്ടെടുത്തു എന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സൈന്യം ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. യൂസഫിൻ്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ബന്ധുക്കളെയും അവർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. യൂസഫ് കൊല്ലപ്പെട്ടിട്ട് ദീർഘനാളായി എന്നാണ് മൃതദേഹ പരിശോധനയിൽ നിന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ആയിരുന്നിരിക്കാം ഏതെങ്കിലും ഒരു ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഏതാണ്ട് 6ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ സ്ഥലത്ത് നിന്നല്ല ഇപ്പോൾ യൂസഫിൻ്റെ മൃതദേഹം ലഭിച്ചത് എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ പലപ്പോഴും തങ്ങൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഇസ്രായേൽ ആക്രമിക്കാനെത്തുമ്പോൾ ഒരു മറയായി, അതല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തി രക്ഷപ്പെടാനായി പലവട്ടം ഹമാസ് ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരുപക്ഷെ പല ബന്ദികളും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുന്ന അവസ്ഥയിലല്ല. എങ്കിലും 251 പേരെയാണ് ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ ഇപ്പോൾ 94 പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2023 നവംബറിലുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ പ്രകാരം അന്ന് ഏതാണ്ട് 105ഓളം പേരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് ഒരു 4 പേരെ അനാരോഗ്യം പരിഗണിച്ച് ഹമാസ് തീവ്രവാദികൾ വിട്ടയച്ചിരുന്നു. പിന്നീട് ഏതാണ്ട് 8 പേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിലൂടെ തന്നെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. യൂസഫിൻ്റെ ഇളയ മക്കൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, യൂസഫിൻ്റെ മക്കളായ ഐഷയും ബിലാലും പറയുന്നത് തങ്ങൾ അറബ് വംശജരാണ് എന്ന് തട്ടിക്കൊണ്ടുപോകാനെത്തിയ ഹമാസ് തീവ്രവാദികൾക്ക് നന്നായി അറിയാമായിരുന്നു, അവർക്ക് മനസ്സിലായിരുന്നു, എന്നിട്ടും തങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ്. അപ്പോൾ എത്ര ക്രൂരമായിട്ടാണ് ഇവർ 17, 18 ഒക്കെ വയസ്സുള്ള ഈ കുട്ടികളോട് പോലും പെരുമാറിയത് എന്ന കാര്യം അവർ പിന്നീട് ദീർഘമായി തന്നെ വിവരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടി നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ 34 പേരുടെ പട്ടികയാണ് കൈമാറുന്നതിനായി ഹമാസ് തീവ്രവാദികൾ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ 1 വയസ്സ് 5 വയസ്സുള്ള 2 കുട്ടികളായ ബന്ദികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കൊടുത്ത 34 പേരുടെ പട്ടികയിൽ ഇവരുടെ പേരുവിവരങ്ങളുമുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. 2023 ഇസ്രായേൽ തന്നെ നൽകിയ പട്ടികയാണ് ഇപ്പോൾ തിരികെ തങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഹമാസ് തിരികെ അയച്ചിരിക്കുന്നത് എന്നും നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ശക്തമായി തന്നെ ആരോപിച്ചിരുന്നു. ഈ മാസം 20-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാനാണ് എല്ലാവരുടെയും ശ്രമം. ഹമാസ് തീവ്രവാദികളും ഇറാനും എല്ലാം തന്നെ ട്രംപ് വീണ്ടും പ്രസിഡന്റ് പദവിയിലെത്തുന്നതിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് നാളെ ഒരുപക്ഷെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വിഘാതമായി മാറുമോ, തടസ്സമായി മാറുമോ എന്നാണ് ന്യായമായും പലരും ഇപ്പോഴും സംശയിക്കുന്നത്.